എൻ്റെ ഒരു കാഴ്ചപ്പാടിലെന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് കാലേ നിൽക്കാനായിട്ട് പഠിപ്പിക്കും. കാരണം ഞാൻ ഇപ്പോഴും പറയുന്നു, അവരും നമ്മൾ അവരെക്കാൾ ഒരു 50 കൊല്ലം പുറയില്ല. അപ്പോൾ ഒരു ഫോർമാറ്റ് മതി, പ്രൊഫസറുടെ പേരും മറ്റേതൊക്കെ ഒന്ന് മാറ്റണം, അത് തന്നെ അയക്കുക. അവരെന്തായാലും റിപ്ലൈ ചെയ്യും. ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നോ ഇല്ലെന്നോ കൃത്യമായിട്ട് പറയും, അല്ലാതെ അനങ്ങാതിരിക്കില്ല. പണ്ട് തൊട്ടേ എനിക്ക് മെഡിക്കൽ ഫീൽഡ് ഇഷ്ടമായിരുന്നു. അത് മെറിറ്റിൽ എനിക്ക് കിട്ടി. അതുകൊണ്ട് അന്ന് ഞാൻ MSc അപ്ലൈ പോലും ചെയ്തില്ല, കാരണം എനിക്കറിയാം എനിക്ക് കിട്ടുമെന്ന്. പക്ഷേ എന്തുണ്ടായെന്ന് വെച്ചാൽ, മെഡിസിൻ ഞാൻ കയറി കുറച്ച് നാളവിടെ പഠിച്ചിട്ടാണ് ഞാൻ നിർത്തിയത്. അപ്പോഴത്തേക്ക് MScയുടെ അഡ്മിഷനും ക്ലോസ് ചെയ്തു. എനിക്ക് 1 കൊല്ലത്തോളം നഷ്ടപ്പെട്ടു. കാരണം പിന്നത്തെ MSc എടുക്കാനായിട്ട് വരുന്നത് 1 കൊല്ലത്തോളം. അത് പക്ഷേ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം എനിക്കൊരു വലിയ ഇത് ചെയ്തത്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് തന്നെ ഞാനൊന്ന് ശരിക്കൊന്ന് എന്തൊക്കെയാണ് റിയലായിട്ടുള്ളത്, എന്തിനെയൊക്കെയാണ്. എൻ്റെ ഫാദർ ഒരു അച്ഛനായിരുന്നു. അപ്പോൾ എനിക്ക് അന്നേരം ഞാൻ ഇത്ര മെറിറ്റിൽ പാസ്സായി കഴിഞ്ഞിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ദൈവം എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടോ എന്നൊക്കെ എനിക്ക് സംശയം. എൻ്റെ ഫാദർ ഒന്നും എന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. മിണ്ടാണ്ടിരിക്കും. ഞാൻ ഈ ചൂടാകും, വീട്ടിൽ കിടന്ന് ചൂടാകുന്ന സമയത്ത് മിണ്ടാതിരിക്കും. എനിക്കത് ഇപ്പോൾ തോന്നുന്നുണ്ട് അത് വളരെ വയസ്സായിട്ടായത്. കാരണം അന്നേരം എന്നോട് മുമ്പ് ഇരുന്ന് വേദോത്വം വായിക്കുന്നോ എല്ലാം ഞാൻ പിടിച്ച് കത്തിച്ചേനെ വേദോത്വം. കാരണം എനിക്ക് അത്ര അമർഷമാണ്. കാരണം എന്നെക്കാളൊക്കെ മാർക്ക് കുറഞ്ഞവർ പഠിക്കുന്നു. ആൾക്കാർ ചോദിക്കും, മെഡിക്കൽ കോളേജിൽ പേടിച്ചോടിപ്പോയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. നമ്മൾ വെറുതെ ഇരിക്കുക. അങ്ങനെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടി. പ്രൊഫസർ അടിയോടി സാർ, ഡോക്ടർ KG അടിയോടി, ജുസാറ്റിൻ്റെ വൈസ് ചാൻസലറൊക്കെ ആയിരുന്നു. സാറ് ഹെഡായിട്ടിരിക്കുമ്പോഴേ ഞാനവിടെ ചേർന്നത്. സാർ എനിക്ക് ഭയങ്കര എൻകറേജ്മെൻറ്റാണ്. അതുപോലെ അവിടുത്തെ ഡോക്ടർ വിമല നായർ, ഡോക്ടർ DN മാത്യു, ഡോക്ടർ കൃഷ്ണൻ നായർ, ഇങ്ങനെയൊക്കെയുള്ള സാറുമാരൊക്കെ വലിയ കാര്യമാണ്. ഭയങ്കര എൻകറേജ്മെൻറ്റായിരുന്നു. റിസർച്ച് എന്നുള്ള ആശയങ്ങൾ എൻ്റെ തലയ്ക്കകത്ത് കയറ്റിയത് ഇവരൊക്കെയാണ്. അപ്പോൾ എനിക്ക് വെളിയിൽ പോകണമെന്നുണ്ട്. എൻ്റെ ഫാദർ വെളിയിൽ പഠിച്ചതാണ്. എൻ്റെ ഫാദർ ഇൻ ലോയും ഒക്കെ അവിടെ വിസിറ്റിംഗ് പ്രൊഫസറും ഒക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് എങ്ങനെയായാലും അവിടെ പോകണമെന്നുണ്ട്. അപ്പോൾ UC ഏതായാലും ഡിസംബറിൽ കിട്ടി. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് അവധി എടുക്കാവുന്ന 5 കൊല്ലം. അപ്പോൾ ഞാൻ കാനഡയിൽ കിട്ടി. അപ്പോൾ അത് എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളന്ന് ഫോറിൻ സ്റ്റുഡൻസ് കനേഡിയൻസ് കൊടുക്കുന്നതിൻ്റെ 6 ഇരട്ടിയാണ് ഫീസ് കൊടുക്കേണ്ടത്. പക്ഷേ ദൈവം സഹായിച്ച് എനിക്ക് സ്കോളർഷിപ്പ് ഉള്ളതുകൊണ്ട് ഇത് കൊടുത്താലും എനിക്ക് കഴിയാനുള്ള കാശുണ്ടായിരുന്നു. നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാനായിട്ട്, എൻ്റെ വീട് അങ്ങനെ സൗകര്യമുള്ളൊരു വീടല്ല. എൻ്റെ ഫാദർ ഒരു അച്ഛനായിരുന്നു. അതുകൊണ്ട് സമ്പാദ്യങ്ങളൊക്കെ ഈ പറഞ്ഞ മാതിരിയാണ്. അപ്പോൾ അങ്ങനെ ദൈവം എനിക്കാണ്. അപ്പോൾ അവിടെ ഞാൻ ഇമ്മ്യൂണോളജിയിലാണ് ഡോക്ടറേറ്റ് എടുത്തത്. അവിടെ ഇമ്മ്യൂണോളജിയിൽ അപ്പോൾ എനിക്ക് മെഡിക്കൽ ഫീൽഡ് ഇഷ്ടമാണെന്ന് അറിയാമല്ലോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വെറ്റനറിക്കാരെയും മെഡിസിൻകാരെയും എനിക്ക് പഠിപ്പിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ഗുണം കിട്ടി. അത് കഴിഞ്ഞപ്പോൾ 3 കൊല്ലം കൊണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് 5 കൊല്ലത്തെ ലീവാണ്. അപ്പോൾ എൻ്റെ PhD ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരെനിക്ക് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് തന്നു. അപ്പോൾ ഞാനത് മോളിക്കുലർ ബയോളജിയിലൊരു പോസ്റ്റ് ഡോക്ക് എടുത്തത്. അപ്പോൾ 5 കൊല്ലമായപ്പോൾ UC കോളേജിൽ നിന്നൊരു എഴുത്ത് അന്നത്തെ പ്രിൻസിപ്പൽ അയച്ചു, നിങ്ങളുടെ ടേം ലീവ് ജൂലൈ 31 കഴിയും, വന്ന് ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടും. പിന്നെ അടുത്തൊരു സെൻറ്റൻസാണ് എനിക്ക് ഇതും വിശ്വസിക്കാൻ വയ്യാത്തൊരു സെൻറ്റൻസ്. എന്നാൽ നിങ്ങളിവിടെ വന്ന് ജോയിൻ ചെയ്ത് ഒരു ടേം പഠിപ്പിച്ചാൽ 5 കൊല്ലവും കൂടെ ഞങ്ങൾ തന്നേക്കാം. വി മേ കൺസിഡർ ഗിവിങ് യു അനദർ 5 years. അപ്പോൾ ഞാനിവിടെ വന്നു. അപ്പോൾ അത് ഒരു ടേം ഉള്ള പഠിപ്പിച്ചു. ഞാൻ തിരിച്ചു പോയി അടുത്ത പോസ്റ്റ് ഡോക്ക് എടുത്തു. അത് സ്ട്രെസ് ഫിസിയോളജിയിലായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു. ഞാനും എൻ്റെ ഭാര്യയും കല്യാണം കഴിഞ്ഞ ഉടനെയാണ് പോയത്. ഞങ്ങളുടെ 2 പിള്ളേരും അവിടെ ചെന്നിട്ടുള്ളതാണ്. ഈ അവിടുത്തെ റിസർച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് വളരെ കുറഞ്ഞ ആളുകളെ ഈ ഇത്രയും സാമ്പത്തിക മുടക്കി അവിടെ പഠിക്കാൻ പോകുക എന്നുള്ളത് സാധ്യമല്ല. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. സ്വാഭാവികമായിട്ടും മെറിറ്റുള്ളവർക്ക് സ്കോളർഷിപ്പ് നേടി പോകാന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഈ അവിടുത്തെ ഒരു പഠനത്തിന്റെ ഗവേഷണത്തിന്റെ സാർ രണ്ടിടത്തും പഠിച്ചിട്ടില്ല, ഇന്ത്യയിൽ പഠിച്ചിട്ടുണ്ട്, അവിടെ പഠിച്ചിട്ടുണ്ട്, എന്ത് വ്യത്യാസമാണ് അവിടെ എന്ന് പറഞ്ഞാലേ നമുക്ക് ഞാൻ ഒറ്റ ഉദാഹരണത്തിൽ നിന്ന് കാര്യം പിടികിട്ടും. ഞാനിവിടെ ലെക്ചറായിട്ട്
ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചത്. ഞാൻ ആ സാധനം കണ്ടിട്ടില്ല. ഞാനതിൻ്റെ തിയറിയും പടവും ഒക്കെ വരച്ച് പിള്ളേരെ പഠിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറയും. ഞാൻ ഈ സാധനം കണ്ടിട്ടില്ല ഇവിടെ. അവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ അത്രയും വൈഡായിട്ട് പഠിക്കില്ല, പക്ഷെ പഠിക്കുന്നത് നല്ല ഇൻറ്റൻസീവായിട്ട് പഠിക്കും. അവൻ്റെ കൈ കൊടുത്താൽ ചിലപ്പോൾ അവൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അഴിച്ച് പണിത് രണ്ടാമത് കയറ്റിന്ന് വരും. അത് ഇച്ചിരി എക്സാജറേഷനായി ഇപ്പോൾ പറഞ്ഞ്, പക്ഷേ എല്ലാം നല്ല ഇതാണ്. പിന്നെ അവിടുത്തെ എൻ്റെ കൂടെ പഠിച്ച ചില പുള്ളികൾ സായിപ്പന്മാരൊക്കെ തന്നെ അവർ വീട്ടിൽ നിന്ന് അങ്ങ് ഇൻഡിപെൻഡൻ്റ് ആകും. 18 വയസ്സാകുമ്പം അവൻ ഇൻഡിപെൻഡൻ്റായി പോകും വീട്ടിൽ നിന്ന്. പിന്നെ ഈ അപ്പം തന്നെ ചിലപ്പോൾ എന്നാൽ നീ ഇവിടെ ബേസ്മെൻറ്റിൽ താമസിച്ചെന്ന് പറയും, പക്ഷേ വാടക തരാൻ പറയും. അപ്പം അവൻ പ്രത്യേകിച്ച് ഇൻഡിപെൻഡൻ്റ് ആകും. അപ്പോൾ ഇവന്മാരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കാർപ്പൻട്രി പഠിക്കും. അതൊന്നും നമുക്ക് കേൾവി പോലും ഇല്ല നമുക്ക്. കാർപ്പൻട്രി, പ്ലംബിങ് പരിപാടി. അപ്പോൾ അവർ ഇനി ഒരു വീടൊക്കെ വാങ്ങിക്കുകയാണെങ്കിലും ബേസ്മെൻറ്റ് അവരാണ് ഫിനിഷ് ചെയ്യേണ്ടത്, അവന്മാർ തന്നെ, അല്ലാതെ ആരെയും വിളിച്ചൊന്നും ചെയ്യില്ല. എല്ലാ അവന്മാർക്കും അറിയാം. പഠിക്കുന്നത് ഈ പറഞ്ഞ മാതിരി ഞാനിപ്പോൾ ഈ പറഞ്ഞ കക്ഷി ഞാനവിടെ ചെല്ലുമ്പോൾ എൻ്റെ സീനിയറായിട്ട് MSc ചെയ്യുക. ഞാൻ ആദ്യം MSc എന്നെ എടുത്തത്. ഞാനിവിടുന്ന് ഫസ്റ്റ് റാങ്കും റെക്കോർഡ് ഓഫ് ദ യൂണിവേഴ്സിറ്റി ആയിരുന്നെങ്കിൽ അവർ പറഞ്ഞു ഇവിടെ വന്നിട്ട് MScക്ക് ജോയിൻ ചെയ്യുക, നിങ്ങൾ 1 കൊല്ലം ഞങ്ങൾ വാച്ച് ചെയ്യും, നിങ്ങളെടുക്കുന്ന കോഴ്സിൻ്റെ മാർക്കുകളും നിങ്ങളുടെ റിസർച്ച് എങ്ങനെ പോകണമെന്നുള്ളത് നോക്കിയിട്ട് ഞങ്ങൾ വി മേ കൺസിഡർ ട്രാൻസ്ഫറിങ് യു ടു PhD ഡയറക്റ്റ്ലി വിതൗട്ട് കംപ്ലീറ്റിംഗ് ദി MSc. അപ്പോൾ എനിക്കവിടെ നിന്ന് പിന്നെ പറഞ്ഞിട്ടുണ്ട് A ഗ്രേഡിൽ നിന്ന് എന്ന് മാർക്ക് താഴെ പോകുന്നോ അന്ന് നിൻ്റെ ഒരു സ്കോളർഷിപ്പ് അവസാനിക്കുന്നത്. ഒരു സ്കോളർഷിപ്പ് അവസാനിച്ചാൽ ഞാൻ പിന്നെ ഇങ്ങനെ പോരുക എന്നുള്ളതേ ഉള്ളൂ, വേറെ നിവൃത്തിയൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ നല്ല ഇൻസെൻറ്റീവും കൂടെ. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഞാനവിടെ ചെല്ലുമ്പോൾ MSc സ്റ്റുഡൻറ്റാണ്. ഒരു ദൈവത്തിൻ്റെ ഒരു ഇതാന്ന് പറഞ്ഞാൽ മതി, അല്ല എൻ്റെ കഴിവുണ്ടല്ലോ. ഞാൻ PhD എടുത്തിട്ടും പുള്ളി MSc ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വലിയ ധൃതിയില്ല, എനിക്ക് ധൃതിയുണ്ട്. കാരണം എൻ്റെ പൈസ തീരും, എനിക്കവിടെ നിൽക്കാൻ ഒക്കില്ല. പഠിക്കാതെ മാർക്ക് കുറഞ്ഞാൽ പോയി. അപ്പോൾ ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ MSc ചിലപ്പോൾ 3 കൊല്ലം എടുക്കും. അപ്പോൾ എന്നിട്ട് അവിടെ ഇരിക്കും, ആരും പുഷ് ചെയ്യില്ല. പിന്നെ അവർക്കുള്ളൊരു ഗതിയാണെന്ന് പറഞ്ഞാൽ സമ്മറിൽ ഇവനത് കാശില്ല. അപ്പോൾ അവൻ പോയി വർക്ക് ചെയ്ത് കാശുണ്ടാക്കിയിട്ട് വേണം ഫോളിലെയും വിൻ്ററിലെയും ഫീസ് കൊടുക്കാൻ. നമുക്കെല്ലാം അവിടുന്ന് കിട്ടുന്നതായതുകൊണ്ട് എനിക്ക് ഒരിടത്തും വർക്കിങ്ങിന് പോകണ്ട, ഇല്ല, ടെൻഷനില്ല. പക്ഷേ മാർക്ക് പോയെങ്കിൽ തീർന്നു. പഠിക്കണമെന്നുള്ള ഒറ്റ വിചാരമേ ഉള്ളൂ. അന്നിപ്പോൾ സാറ് അവിടെ ചെല്ലുന്നത് 84. അപ്പോൾ ആ ഒരു ഡിക്കേഡ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ മലയാളികൾ ഇന്ത്യൻസും അങ്ങോട്ട് ഉണ്ട്, വരുന്നുണ്ട്. പക്ഷേ വരുന്നതല്ല ഇങ്ങനെ ഈ മെറിറ്റിൽ വരുന്നവന്മാരാണ്. അല്ലാതെ ഇവിടുന്ന് ലോൺ എടുത്തിട്ടൊന്നും വരുന്നവരെ ഞാനങ്ങനെ ഓർക്കുന്നു പോലും ഇല്ല. ഇപ്പോൾ ഞാനിവിടെ പഠിക്കുമ്പോൾ മാംഗ്ലൂർ ഫിഷറീസ് കോളേജിൽ നിന്ന് BFSc MFSc ഗോൾഡ് മെഡലിസ്റ്റ് വിജയൻ എൻ്റെ കൂടെ. ആ പുള്ളിയാണ് മോഡെ സൂപ്പർവൈസറായിട്ട് പിന്നെ PhDക്ക്. വിജയനും ഒക്കെ വന്നത് റിസർച്ച് അതിനാണ് വരുന്നത്. കാരണം ഞാൻ ഇപ്പോഴും പറയുന്നു, അവരും നമ്മൾ അവരെക്കാൾ ഒരു 50 കൊല്ലം പുറയില്ല. എനിക്ക് ഇമ്മ്യൂണോളജിയെക്കുറിച്ച് അത് പറയാൻ പറ്റും, മോളിക്കുലർ ബയോളജിയെക്കുറിച്ച് പറയാൻ പറ്റും, സ്ട്രെസ് ഫിസിയോളജിയെക്കുറിച്ചും പറയാൻ പറ്റും. കാരണം അത് നമ്മൾ അവിടെ പോകണം. ഇവിടെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ തിയററ്റിക്കലായിട്ട് അറിയാം, ഇൻഡെപ്തായിട്ട് പോകണം. അതെങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കാണാത്തവനാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഞാൻ. അങ്ങനെ അത് PhD വരെ ഒന്നും പോകണ്ട. എൻ്റെ മോഡം മൂത്തവന് 7ാം ക്ലാസ്സിലോട്ട് കയറുക. അവനൊരു അസൈൻമെൻറ്റ് എഴുതി കഴിഞ്ഞാൽ അവർ സോഫ്റ്റ്വെയറിൽ കൂടെ കടത്തിയേ വിടുകയുള്ളൂ. ഇത് പ്ലേജിയറിസം ഉണ്ടോയെന്ന് അറിയാൻ അവിടുന്നേ തുടങ്ങും. അതുകൊണ്ട് പിന്നെ അങ്ങ് വരെയൊന്നും ആരും ഇതുപോലെ പത്രത്തിലൊക്കെ വായിക്കുന്ന പോലുള്ള പരിപാടിയൊന്നും ഓടുമില്ല അവിടെ. നമ്മുടെ ഒരു പക്ഷേ സാറൊക്കെ പോയ 80കൾക്ക് മുൻപ്, വളരെ മുൻപ് തന്നെ ഒരു പക്ഷേ ഗാന്ധിജിയുടെ നെഹ്റുവിൻ്റെ ഒക്കെ കാലം അവർക്കൊക്കെ ഇത്രയും വലിയൊരു എക്സ്പോഷർ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിയത് വിദേശ വിദ്യാഭ്യാസം. വിദേശ വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും വിദേശ വിദ്യാഭ്യാസം നമ്മളിൽ എന്ത് മാറ്റം ഉണ്ടാകും? ഓക്കെ എൻ്റെ ഒരു കാഴ്ചപ്പാടിലെന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മുടെ 2 കാലേ നിൽക്കാനായിട്ട് പഠിപ്പിക്കും. നീ മറ്റവൻ പറഞ്ഞത് കേട്ടോണ്ടത് അങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാനിങ്ങനെ പറയാം, അത് നിനക്കെന്നാ തോന്നുന്നത്? അല്ല, എനിക്കങ്ങനെ പ്രത്യേകിച്ച് തോന്നില്ല. പറയുന്ന പോലെ എടി നിനക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കെല്ലാം ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞ പോലെ ഇരിക്കും.
അങ്ങനെ ഒരു പരിപാടിയില്ല. നിനക്ക് തോന്നുന്നുണ്ടോ, നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ ധൈര്യമായിട്ട് പറയുക, ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞേക്കുക. അതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത്. നമ്മളെ നല്ല സ്ട്രോങ് ആക്കി നിർത്തും. പിന്നെ റിസർച്ചിൻ്റെ അകത്ത് അവർ ഭയങ്കര പിടിച്ച് കളയും. ചുമ്മാ ഷോഡി വർക്കൊന്നും കാണിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ജനൽ വഴി എടുത്തെറിയും ഈ സാധനം കറക്റ്റ് ചെയ്യാൻ കൊണ്ട് കൊടുക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഒറ്റ ഏറെറിയും. അതാണ് ഇവിടെ ഇന്ന് സോപ്പിടാമെന്നുള്ള പദ്ധതിയൊന്നും അവിടെ ഓടുമില്ല. അങ്ങനെ ഒരു അക്കാദമിക് പശ്ചാത്തലം, ഒരു സ്റ്റാൻഡർഡൈസേഷൻ കാനഡ വർഷങ്ങൾക്ക് മുമ്പേ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു പശ്ചാത്തലം അത് ബ്രിട്ടീഷ് കണക്ഷനിൽ നിന്നാണോ, എങ്ങനെയാണ് അവരുടെ ഒരു അക്കാദമിക്? ഇല്ല അമേരിക്കയിൽ പോയാലും ഇത് തന്നെ. ഞാൻ അമേരിക്കയിലും പോയിട്ടുണ്ട്. അവിടെയും ചില യൂണിവേഴ്സിറ്റിയിൽ ഞാൻ എൻ്റെ പേപ്പറൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി. ഈ അക്കാഡമിക് സ്റ്റൈല് രണ്ടിടത്തും ഒരുപോലെ. പിന്നെ ആൾക്കാർക്ക് ഇവരൊരു ബ്രിട്ടീഷിൻ്റെ വാലാണെന്നുള്ളൊരു ഇതുണ്ട്. ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്താണ് ഈ ഇപ്പോഴത്തെ കിങ് ചാൾസ്, അന്ന് പ്രിൻസ് ചാൾസ് ആണ്. അപ്പോൾ എന്തോ ഒരു വിൻ്റർ ഒളിമ്പിക്സ് ഏതാണ്ടോ ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നപ്പോൾ ഇങ്ങനത്തെ പ്രസംഗം ഞാൻ ഇപ്പോഴും ഞാൻ TV കണ്ടോ ഓർക്കണം. ഹെർ മാജസ്റ്റി ദ ക്വീൻ സെൻസ് ഹെർ റിഗാർഡ്സ് എന്നാണ് എങ്ങാണ്ട് ടു ഹെർ സബ്ജക്ട്സ് ഇൻ കാനഡ എന്നാണ് പറഞ്ഞത്. ടു ഹെർ സബ്ജക്ട്സ് ഇൻ കാനഡ. സന്തോഷം, കേൾക്കുന്ന വളരെ സന്തോഷം. അവരുടെ പ്രതിനിധിയായിട്ടൊരു ഗവർണർ ജനറലുണ്ട് കാനഡയ്ക്ക്. നമ്മൾ പ്രൈം മിനിസ്റ്ററെ കുറിച്ചേ കേൾക്കും. പക്ഷെ അങ്ങേരാണ്, അതായത് ഇപ്പോഴും ഞങ്ങൾ ക്വീനിൻ്റെ അല്ലെങ്കിൽ രാജാവിന് അതുണ്ട്. അതൊരു വലിയൊരു ഇപ്പോഴത്തെ തലമുറയിലകത്ത് വലിയ കാര്യമായിട്ടുണ്ട്. ആരാ ക്വീനെന്നൊന്നും തന്നെ വലിയ നിശ്ചയം ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ അവർക്കൊരു ഒരിതുണ്ട്. ഞങ്ങൾ അല്ലാതെ ചുമ്മാ അമേരിക്കൻസിനെ സിസ്റ്റം എല്ലാം സെയിമാണ്, വണ്ടി ഓടിക്കുന്നതും എല്ലാം ആ ഒരു സിസ്റ്റം തന്നെ. പക്ഷേ ഞങ്ങൾ ഏതാണ്ട് ഇച്ചിരി പൊങ്ങിയ പുള്ളികളാണെന്നുള്ളൊരു ധാരണ ഉള്ളിലുണ്ടായിരുന്നു അന്നൊക്കെ. നമ്മളോട് എനിക്ക് ഈ തനി കനേഡിയൻസായിട്ടുള്ളവരോ ചൈനക്കാരോ ഒന്നും നമ്മളോടൊരു ഇതായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല, ഒരു ഡിസ്ക്രിമിനേഷനായിട്ട്. പക്ഷേ ചില ബ്രിട്ടീഷ് ചിലർ വളരെ ചുരുക്കം അവർക്ക് ഒരു ശകലം ഇച്ചിരി പണി തരാം എന്നുള്ളൊരു ആശയമുള്ള പോലെ. എന്നാൽ നമ്മളിത് പ്രൂവ് ചെയ്ത്, ഞാൻ പറയുന്ന പോലെ ഡോക്ടറേറ്റ് എടുത്തു കഴിഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു, ഡോണ്ട് കോൾ മീ ഡോക്ടർ എനിമോർ ബിക്കോസ് യു യുവർസെൽഫ് ആർ എ ഡോക്ടർ, യു ക്യാൻ കോൾ മീ ബിൽ. ഇങ്ങനെയായി. അപ്പോഴേ ആ ലെവൽ എത്തിയുള്ളൂ. എന്നാൽ അവിടുത്തെ സാധാരണ സാഹിബന്മാരോ അല്ലെ പ്രൊഫസർമാർ പോലും MSc സ്റ്റുഡൻസ് അവരെ ഹായ് ജോർജ് എന്നൊക്കെ വിളിക്കും. അവർക്ക് പ്രശ്നമില്ല. നമ്മൾ വിളിക്കില്ല. നമ്മളെത്ര വയസ്സായാലും നമ്മൾ ഡോക്ടർ ചേർത്തിട്ടേ വിളിക്കുകയുള്ളൂ. കാരണം നമ്മുടെ പഠിപ്പീരങ്ങനെയല്ലേ. ഈ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ആദ്യം കാനഡയിലേക്ക് പോയതായിട്ട് നമുക്കറിയാവുന്നത് പഞ്ചാബികളൊക്കെയാണ്. പഞ്ചാബികളുടെ വലിയൊരു കൃഷിയാണ്. കൃഷി. അപ്പോൾ സാറ് ചെല്ലുന്നത് ഒരു അത്രയധികം ഇപ്പൊ മലയാളികളുടെ ഒരു വലിയ ശേഖരം, ഭയങ്കര ശേഖരമാണ്. അപ്പോൾ അത് രണ്ടിനിടയിലുള്ള ഒരു ഘട്ടമാണ്. അപ്പോൾ സാറ് ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു സോഷ്യൽ സിറ്റുവേഷൻ ഒക്കെ എങ്ങനെയാണ്, പുറത്തൊക്കെ ജീവിത ശൈലി? എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ഈ ടൊറോൻറ്റോയ്ക്ക് അടുത്താണ്, ഗൾഫ് എന്ന് പറഞ്ഞിടത്തു നിന്നാണ് ഞാൻ ഡോക്ടറേറ്റൊക്കെ എടുത്തത്. അത് നല്ല തണുപ്പാണ്, -30 പക്ഷേ ആ സമയത്തൊക്കെ എനിക്ക് വലിയ ഇഷ്ടം. ഞങ്ങൾ ഒന്നാമത് ഈ 20s ഞങ്ങൾ. അപ്പോൾ ഈ സ്നോ സ്റ്റോമൊക്കെ വരുമ്പോൾ എനിക്ക് ഇറങ്ങി നടക്കാൻ ഇഷ്ടം, ആകെ നന്നായിട്ട് കവർ ചെയ്താൽ മതി ഇങ്ങനെ പോയി. പക്ഷേ ഈ കഴിഞ്ഞ സെപ്റ്റംബർ ടു ഡിസംബർ ഞങ്ങൾ അവിടെ പോയ സമയത്ത് എനിക്ക് വീട്ടിനകത്തിരിക്കുമ്പോൾ തന്നെ ഈ തണുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ കൈയൊക്കെ ഞാൻ വിചാരിച്ചു പാർക്കിൻസൻ്റെ തുടക്കം വല്ലതും ആണെന്നൊക്കെ. അതൊന്നും പറ്റില്ല. പക്ഷേ നല്ല സ്ഥലം, സൂപ്പർ സ്ഥലം. പിന്നെ ഫുഡൊക്കെ ഭയങ്കര ചീപ്പായിരുന്നു. ഇപ്പം കുറച്ച് കൂടിയെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടൊക്കെ ഭയങ്കര ലാവിഷായിരുന്നു നമുക്ക്. ഞാനും എൻ്റെ ഭാര്യയും കൂടെ പോയത്. ഈ 6 ഇരട്ടി ഫീസും കൊടുത്തു. പിന്നെ ഇവള് നല്ലതായിട്ട് കുക്ക് ചെയ്യുകയും ചെയ്യും. പിന്നെ എന്ത് സാധനവും വളരെ ചീപ്പായിട്ട് കിട്ടും. പാലൊക്കെ ഒന്നും പറയേണ്ടത്, വളരെ ചീപ്പായിട്ട്. മീറ്റും അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഏത് ചക്ക ചുളയാക്കിയിട്ട് അതിൻ്റെ സിറപ്പിലാക്കി തരും. നമ്മൾ ടിന്നിങ് ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്കങ്ങ് കഴിക്കാം. ഇവിടുത്തെ ചക്ക ഇടാനും കയ്യിൽ ഇത് പുരട്ടാനും ഒന്നും പോകണ്ട. അങ്ങനെ എല്ലാ സാധനവും കിട്ടും. ലാബുകൾ സൂപ്പർ, ഒരു കമ്പാരിസണും ഇല്ല. അവിടുത്തെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും മറ്റു കാര്യങ്ങളും അത് അന്നത്തെ ഇപ്പോഴും യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ ഈ കൊച്ചു ക്ലാസ്സുകൾ, അതായത് 1-2 ക്ലാസ്സിലൊക്കെ അധികവും വരയും പെയിൻറ്റിങ്ങും ഫിംഗർ പെയിൻറ്റിങ് എന്നൊക്കെ പറഞ്ഞ് ഈ മോളെയൊക്കെ ഞാൻ സ്കൂളിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അന്ന് പെയിൻറ്റ് ചെയ്ത് ഇങ്ങനെ ആട്ടിക്കൊണ്ട് വരുന്നതാണ്, ഇങ്ങനെ ഉണക്കാൻ.
അത് കഴിഞ്ഞിട്ട് ഇവന്മാരൊരു പിടിയാ പിടിക്കും. അപ്പോൾ ഞാൻ ഇവർക്ക് പഠിപ്പിക്കുകയും വേണമായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഈ ടീച്ചിങ് അസിസ്റ്റൻ്റായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഈ BSc ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്നവന്മാർ കുറച്ച് കഷ്ടപ്പെടും. അവന്മാർക്ക് അന്നേരം ഇതെല്ലാം കൂടെ ഒന്നിച്ച് വരുന്നത്. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊച്ചിലേ തൊട്ടങ്ങ് ഇച്ചിരി ഓവറായിട്ടങ്ങ് പഠിപ്പിക്കും. ഈ ഗുണനപ്പട്ടിക എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലായിരുന്നു അന്ന്. ഇന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവളെ ഞാൻ ലാബിൽ പോകുന്നതിന് മുമ്പ് മോളെ ഞാൻ വരുമ്പോൾ 1 to 5 10 വരെ അത് പഠിച്ചിരിക്കണമെന്ന്. വൈ ഡു ഐ ഹാവ് ടു ലേൺ ദാറ്റ്? നൺ ഓഫ് മൈ ക്ലാസ്മേറ്റ്സ് ഡസ് ദാറ്റ്. ഞാൻ പറഞ്ഞു നൺ ഓഫ് മൈ ക്ലാസ്മേറ്റ് ഡസൻ ഹാവ് ടു ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ അവരിവിടെ കഴിയാനുള്ള. നീ ഇന്ത്യക്ക് വരാൻ പോവുക, അവിടെ വരുമ്പോൾ ഉണ്ടല്ലോ നിലം തൊടുവില്ല നീ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇത് പഠിച്ചിരിക്കണം. ഞാൻ വൈകിട്ട് വരുമ്പോൾ ചോദിക്കും. അപ്പോൾ അങ്ങനെ മനക്കണക്ക് ഒരു രക്ഷയില്ല. അതുകൊണ്ട് നമുക്കൊരു രസമായി ഈ ചെക്കൗട്ടിലൊക്കെ ചെന്നിട്ട് ഇപ്പോൾ നമ്മൾ ഒരു സാധനത്തിന് 9 രൂപ 10 പൈസ. അപ്പോൾ സാധാരണ സായിപ്പ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ $10 എടുത്ത് കൊടുക്കും. അപ്പോഴത്തേക്ക് അവൻ അതുമേ കുത്തും. എന്നിട്ട് എത്ര പൈസ കിട്ടുമെന്നുള്ളത് നമ്മൾ അന്നേരം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 രൂപയും 10 പൈസയും കൂടെ അങ്ങോട്ട് കൊടുത്തു. ഇവൻ്റെ അടപ്പ് തെറിച്ച് ഇവൻ അപ്പോഴത്തേക്ക് വിളിക്കണം, പ്ലീസ് കം ടു ചെക്ക് ഔട്ട് നമ്പർ 23 പ്ലീസ്. അപ്പോൾ അവൻ്റെ മൂത്ത പുള്ളി ഓടി വരും. എന്താണ് ഹി ഗേവ് മീ $10.10. അപ്പം ആ 90 പൈസ പറയുന്നതിന് ഒരു ഈ ഒരെണ്ണം ഇങ്ങോട്ട് തരണം എന്നുള്ളതിന് പകരം അത് മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. അപ്പോൾ അതിൽ എനിക്ക് ഇല്ല അവർക്കതെല്ലാം നല്ല ഫാസ്റ്റാണ് കേട്ടോ. അത് സംഭവിച്ചു കൊടുക്കണം. നമ്മളത് മനസ്സിൽ ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ ചില വിഡിതങ്ങൾ പോലൊക്കെ തോന്നും. പക്ഷേ അസാധ്യ ബുദ്ധിമാന്മാരുണ്ട്, അസാധ്യ ബുദ്ധിമാന്മാർ. 10 വർഷം സാർ അവിടെ റിസർച്ച് ചെയ്തു. ഒരു പക്ഷേ അവിടെ റിസർച്ച് അതിനുശേഷം ഇവിടെ ദീർഘകാലം അധ്യാപകനായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ ഈ അവിടുത്തെ ഒരു റിസർച്ച് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും? അത് എപ്പോഴും രസകരമായിട്ടുള്ളൊരു കാര്യമാണല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അന്ന് കാനഡയിൽ അങ്ങനെ ഒരു ഇത് ചെയ്തില്ല, ഗവേഷണമൊക്കെ ഇവിടെ തന്നെ ചെയ്യും. അയ്യോ, ഞാൻ ഗവേഷിക്കാൻ പോയ എന്നെ ഇവിടെ. പക്ഷേ ഈ ലെവലിലൊന്നും ചെയ്യാൻ പറ്റില്ല. അന്നേരം ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഒരു പുള്ളി ഇങ്ങനെ ഇരിക്കണ്ടോ, ആ പുള്ളി ചെയ്ത സബ്ജക്റ്റിൻ്റെ തന്നെ ഇപ്പോൾ പ്ലാന്റ്സിൽ വല്ലതും ആണെന്ന് വെച്ചാൽ ഇപ്പോൾ തുളസിയെക്കുറിച്ചാണ് ഇങ്ങേര് തന്നെ ഡോക്ടറേറ്റ് ചെയ്തത്. അങ്ങേര് അതിൻ്റെ അടുത്ത് നിൽക്കുന്ന വേറൊരു ചെടിയെക്കുറിച്ച് പറയാം, അതേ സാധനം തന്നെ ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങേർക്ക് കൂടുതലൊന്നും വലുതായിട്ട് അറിവില്ല. നമ്മൾ ചെയ്യുന്ന പുതിയ വർക്കായിരിക്കും, പക്ഷേ ഇതേ ടെക്നിക്കും അയാൾ തുളസി 10 ഇല എടുത്തു, ഇതിൻ്റെ 10 ഇല ഇയാളെടുത്ത്. അപ്പോൾ ഇത് തന്നെ അല്ലാതെ ഒരു വലിയ ചേഞ്ച് എന്ന് ഞാൻ അന്നൊന്നും കണ്ടിരുന്നില്ല. എനിക്കതുകൊണ്ട് ഇവിടെ നിൽക്കണമെന്നില്ലായിരുന്നു. ഞാൻ പോയി. ഞാൻ പറയാം, വാൻകൂവറിൽ എൻ്റെ സൂപ്പർവൈസറായിരുന്ന ഡോക്ടർ ഇവാമ, അദ്ദേഹം ഇവിടെ ക്യുസാറ്റിൽ വന്നിരുന്നു, ഇവിടെ താമസിച്ചു. പുള്ളി PhD എടുത്തത് ആസിഡ് ബേസ് ബാലൻസിലാണ്. അതായത് നമ്മുടെ അകത്ത് നമ്മുടെ pH നിലനിർത്തും എപ്പോഴും. ബ്ലഡിൻ്റെ അങ്ങനെ നമ്മളിപ്പോൾ ഒരു കുപ്പി കൊക്കക്കോള എടുത്ത് കുടിച്ചാൽ ഉടനെ pH മാറിയില്ല. അത് ബഫർ ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ട് നമുക്ക്, ഓവറാക്കരുതെന്നേ ഉള്ളൂ. അതിനെ ബാലൻസ് ചെയ്യുന്നത് അങ്ങേരും ഇതുപോലെ PhD കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് പോസ്റ്റ് ഡോക്ടറൽ കിട്ടി ജർമ്മനി പോയി, മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. അത് കഴിഞ്ഞ് അങ്ങേര് വേറെ പലയിടത്തും പോയി വന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ അങ്ങേരുടെ കൂട്ടത്തിൽ കൂട്ടിയത് സ്ട്രെസ് പിടിക്കാൻ. ഞങ്ങൾ 12 പേരുണ്ടായിരുന്നു. ഞാനും ഒരു ഫ്രഞ്ച് ഗേളുമേ ഉണ്ടായിരുന്നുള്ളൂ പോസ്റ്റ് ഡോക്സ്, ബാക്കിയൊക്കെ PhD. ഈ 12 പേരും ആസിഡ് ബേസിലേ അല്ല വർക്ക് ചെയ്തത്, 12 ഡിഫറെൻറ്റ് സബ്ജക്ട്സ്. പക്ഷേ ഈ വിദ്വാനാണ് ഞങ്ങളുടെ സൂപ്പർവൈസർ. ഭയങ്കര തല, സായിപ്പല്ല ജപ്പാൻകാരൻ, പക്ഷേ ഒരു 6 അടി പൊക്കവും നല്ല കറുത്ത രോമവും ഒക്കെ, ബ്ലാക്ക് ബെൽറ്റ് ഇൻ കരാട്ടെ. ജപ്പാൻകാരൻ ഇവിടെ വന്ന് ഇതൊക്കെ കാണിക്കാനൊക്കെ തുടങ്ങി പുള്ളി. അപ്പോൾ അങ്ങേരെ എപ്പോഴും ലോകം ചുറ്റിക്കൊണ്ടിരിക്കും. ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു അദ്ദേഹത്തെ ഇവിടെ UC കൊണ്ടുവന്നു ഞാൻ. അന്ന് ഡോക്ടർ രാജു കെ ജോൺ സാർ എന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു. ആ സാറിൻ്റെ കാലത്ത് ഞാനിവിടെ കൊണ്ടുവന്നു. അപ്പോൾ സാറിന് വലിയ, കാരണം സാറൊരു അക്കാഡമിക് ബ്രില്യൻറ്റ് പുള്ളിയായിരുന്നു. BSc MSc ഗോൾഡ് മെഡൽ ഫിസിക്സ്, സൂപ്പർ കണ്ടക്ടിവിറ്റിയിലൊക്കെ ഡോക്ടറേറ്റ് എടുത്ത സാറാണ്. സാറിന് വലിയ ഹരവായിപ്പോയി ഇദ്ദേഹത്തെ കണ്ട്. അപ്പോൾ കൊണ്ടുവന്നു. അപ്പോൾ പ്രൊഫസർ ഇവാമ, അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഈസ് എ ബ്ലാക്ക് ബെൽറ്റ് ആൻഡ് ഇൻസ്ട്രക്ടർ എന്നൊക്കെ പറഞ്ഞു.
അപ്പോൾ ഞങ്ങളുടെ വിസിറ്റേഴ്സ് ഡയറിയിലൊന്ന് എഴുതണം. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു വിസിറ്റേഴ്സ് ഡയറി ഉണ്ട്. അത് പ്രിൻസിപ്പൽമാരുടെ ഒരു എന്താ സ്വകാര്യ അഹങ്കാരമാണത്. അപ്പോൾ അതെടുത്തിട്ട് തോന്നി ഇതിലൊന്ന് എഴുതണം. ഓ യെസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫൗണ്ടൻ പെൻ കൊണ്ടേ എഴുതുള്ളൂ. അപ്പം പോക്കറ്റിൽ നിന്ന് എടുത്ത് ക്യാപ്പൊക്കെ തുറന്ന് പുള്ളി ഇങ്ങനെ അങ്ങോട്ട് എഴുതാൻ തുടങ്ങിയപ്പോൾ രാജു കെ യോൺ സാർ ഒരു ചെറിയ ട്രിക്ക് അവിടെ കാണിച്ച് ഫസ്റ്റ് പേജ് ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ MK ഗാന്ധി ഡിലൈറ്റഡ് വിത്ത് ദി ഐഡിയൽസ്. ഇത് കണ്ടോടെ പുള്ളി പേന മുടക്കി പോക്കറ്റിൽ വെച്ച് ഗാന്ധിജി ഒപ്പിട്ട പുസ്തകത്തിൽ ഒപ്പിടാൻ എനിക്ക് യോഗ്യതയില്ലെന്ന് പറഞ്ഞു. പിന്നെ കയ്യും കാലും ഒക്കെ പിടിച്ച് അതിൻ്റെ ബാക്കിൽ എവിടെ കണ്ടോ കൊണ്ടുവന്നിട്ട് ഒന്ന് വരച്ച് വെച്ചിട്ട് അങ്ങനത്തെ മനുഷ്യരാണ്. അവിടുത്തെ ഈ റിസർച്ചിന് ഇപ്പം നമ്മളെപ്പോഴും പറയും ഈ റിസർച്ചിന് ഒരു ഇൻഡസ്ട്രി ഒരു കണക്ടിവിറ്റി പലപ്പോഴും കുറവാണ് ഇവിടെയൊക്കെ. അതുകൂടി ഒന്ന് കേൾക്കണമെന്നുണ്ട് സാറിനോട്. അവിടുത്തെ ഇൻഡസ്ട്രി ആയിട്ട് എപ്പോഴും അതങ്ങനെയാണെങ്കിൽ ആപ്ലിക്കേഷൻ ലെവലുണ്ട്. പിന്നെ അല്ല അതുകൊണ്ട് ഫണ്ടിങ്ങും കിട്ടും. ഈ ഇവാമയുടെ ലാബിൽ ഞാൻ ഇരിക്കുമ്പോൾ സ്ട്രെസ്സിലായിരുന്നു വർക്ക് ചെയ്യുക. അപ്പോൾ സ്ട്രെസ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞൊരു മോളിക്കുലർ ലെവലിലാണ് ഞാൻ വർക്ക് ചെയ്യുക. എന്നോട് അതിൻ്റെ ഇമ്മ്യൂണോളജി പഠിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ സ്ട്രെസ് പ്രോട്ടീൻസ് എന്താണെന്ന് വെച്ചാൽ ബാക്ടീരിയയ്ക്കും പ്ലാന്റ്സിനും ആനിമൽസിനും നമുക്കും ഒക്കെ നമ്മുടെ സെൽസിൽ ഇതുണ്ടാക്കും ഒരു പ്രത്യേകതരം പ്രോട്ടീൻ. പക്ഷേ ഈ പ്രോട്ടീൻസ് എല്ലാം ബാക്ടീരിയയുടെ 70S എന്ന് പറയുന്നതും നമ്മുടെ 70S എടുത്താൽ ഒരു 70% കൂടുതൽ ഒരുപോലിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കണം എന്താണെന്ന് വെച്ചാൽ നേച്ചറിന് എന്തോ വലിയ കാര്യം ഇതുകൊണ്ട് നടക്കും. അതുകൊണ്ടാണ് ബാക്ടീരിയയ്ക്കും നമുക്കും പ്ലാന്റ്സിനും ഇപ്പോൾ നെൽച്ചെടി ഉപ്പുവെള്ളത്തിൽ നിന്ന് വളർന്നു കഴിഞ്ഞാൽ അവൻ സ്ട്രെസ് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യും. എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ സ്ട്രെസ്സിൽ നിന്ന് രക്ഷപ്പെടാനാണ്. ബാക്ടീരിയയ്ക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സല്ല നമുക്കുണ്ടാവണം. പക്ഷേ ആർക്ക് സ്ട്രെസ് ഉണ്ടായാലും ഇവൻ അതിനെ ഓവർകം ചെയ്യും. അതതിൻ്റെ പേര്. അപ്പോൾ എന്നോട് പറഞ്ഞാൽ അതിൻ്റെ ഇമ്മ്യൂണോളജി അതിനെതിരെ ആൻറ്റിബോഡീസൊക്കെ ഉണ്ടാക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ സ്ട്രെസ് ലെവൽ അറിയാനായിട്ട് പറ്റില്ലേ. അതായത് അതിൽ നിന്നുള്ള ഫിഷിനെ എടുത്തിട്ട് അതിൻ്റെ ഒരു ടിഷ്യൂ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ആൻറ്റിബോഡീസ് വെച്ച് നോക്കുമ്പോൾ സ്ട്രെസ് പ്രോട്ടീൻസ് ഭയങ്കരമായിട്ടുണ്ടായെന്ന് വെച്ചാൽ പുറമേ നോക്കിയാലൊന്നും കണ്ടില്ലല്ലോ അവിടെ ഭയങ്കര സ്ട്രെസ്സാണ് ഇത് കണ്ടോ ലെവൽ കണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് ഞങ്ങളെ സഹായിക്കുന്ന ഇങ്ങൾക്ക് ഭയങ്കര $1 മില്യൺ ഗ്രാൻറ്റുകളേ ഉള്ളൂ ഇദ്ദേഹത്തിന്. പക്ഷേ സ്ട്രെസ് ജെൻ എന്നും പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ടായിരുന്നു. അവർ ഞങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തു. അപ്പോൾ ഇവർ വിക്ടോറിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു ഫെറി കയറി വരണം. അപ്പം ഞാൻ ഈ സ്ട്രെസ് പ്രോട്ടീൻ പ്യൂരിഫൈ ചെയ്ത സാധനം അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അവർ കൊടുക്കുന്നത് 1 മൈക്രോഗ്രാമിന് $1 അന്ന് വില. 1 മൈക്രോഗ്രാമിന്. ഞങ്ങളുടെ റിസർച്ചിന് എൻ്റെ റിസർച്ചിന് വേണ്ടിയിട്ട് ഞാൻ ഡോക്ടർ ഇവാമയോട് പറയും യു കോൾ ഹിം എന്ന് പറയും. അതിൻ്റെ CEO വിളിക്കണേ ഞങ്ങൾക്കൊരു ഇത് വേണം എന്ന് പറയും. അപ്പം തന്നെ ഒരുത്തന്നെ ആ ഫെറി കയറ്റി ഒരു വയലിലാക്കി വിടും. അപ്പോൾ ബില്ലുണ്ട്. ബില്ലിനകത്ത് 100 മൈക്രോഗ്രാം $100. എന്നിട്ട് ഇങ്ങനെ ഒരു കുറുകനെ ഒരു ഇത് ഗ്രാറ്റിസ് ഫ്രീ. അപ്പോൾ നമുക്കത് കിട്ടി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവാമ ഭയങ്കര കണക്റ്റഡാണ്. പിന്നെ ഈ സ്ട്രെസ്സിൻ്റെ ഇതിന് ഞാൻ എൻ്റെ കുറച്ച് ടെക്നിക്സ് പഠിക്കാൻ കാലിഫോർണിയയിൽ പോയി, സാൻ ഫ്രാൻസിസ്കോയിൽ. അവിടുത്തെ ഒരു പ്രൊഫസർ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ സാൻ ഫ്രാൻസിസ്കോയിൽ ഇതേ ഉള്ളൂ, മാസ്റ്റേഴ്സ് എബോവേ ഉള്ളൂ, മറ്റേതില്ല. അപ്പോൾ ഇങ്ങനെ 6 മാസം അവിടെ കാണത്തുള്ളൂ. പിന്നെ മുഴുവൻ ഇങ്ങനെ കറങ്ങി നടക്കും. അങ്ങേരൊരു കമ്പനി തന്നെ ഉണ്ട് അങ്ങേർക്ക്. ഈ സ്ട്രെസ് ജെന്നുമായിട്ട് അങ്ങേർക്ക് കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവന്മാർക്കെല്ലാം ഈ പ്രൊഫസർമാരായിരിക്കും. ഇവർക്ക് സ്വന്തം കമ്പനിയോ ഇല്ലെങ്കിൽ കൺസൾട്ടൻസോ എന്തെങ്കിലും ആയിരിക്കും. അപ്പം അവർ നല്ല വർക്കായി ചെയ്യുക. കാരണം വർക്ക് ചെയ്തില്ലെങ്കിൽ അവനൊക്കെ അപ്പോഴേ തന്നെ പൊഴിഞ്ഞു പോയിക്കോളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും അത് കോൺട്രിബ്യൂട്ടറിയാണ്. അതൊരു ഭയങ്കര സംഭവം അവിടുത്തെ. ആദ്യം തൊട്ടേ ഇൻഡസ്ട്രി എപ്പോഴും ഒന്നിച്ചേ പോകുള്ളൂ. അതെ അതെ. പക്ഷേ ഇതൊരു പ്യുവർ സയൻസ് റിസർച്ചായിട്ടാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ ആപ്ലിക്കേഷൻ അവരെടുത്തോളും. അവർക്ക് വേറെ സയൻറ്റിസ്റ്റുകളുണ്ട്. അപ്പോൾ അവന്മാരിന്ന് ആലോചിച്ച് അതുപോലെ നമ്മൾ ഈ ഇൻ്റർനാഷണൽ കോൺഫറൻസിനൊക്കെ പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ പോകും. ഈ പേപ്പർ അവിടെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു വലിയ കാര്യം. പക്ഷേ ഇത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് ഇവന്മാരെല്ലാം വന്നിരിക്കും. R&D എന്നുള്ളവന്മാർ പല കമ്പനിയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വരും. നമ്മൾ വെറും ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റേ ഉണ്ടാവുള്ളൂ. പക്ഷേ പേപ്പർ കേട്ട് കഴിയുമ്പോൾ അവന്മാർക്ക് ആശയങ്ങൾ കയറും. നിങ്ങൾ ഞങ്ങളുടെ ലാബിലേക്കൊന്ന് വരുമോ, പ്ലെയിൻ ടിക്കറ്റ് അയച്ചു തരാം, ഒന്ന് വന്ന് കാണുമെന്ന് പറയും. അപ്പം നമുക്ക് പോകാം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ നമ്മളോട് കിഴിഞ്ഞ് ചോദിക്കും എന്തൊക്കെയാണെന്നുള്ളത്. നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ, നിങ്ങളുടെ ഈ MSc എപ്പോൾ കഴിയും, ഇങ്ങ് പോരെ ഞങ്ങൾ എടുത്തോളാം. കണ്ടില്ലേ, അവന് ജോലിയായി.
കിടന്ന് ഓടി നടക്കുകയും റെക്കമെൻഡേഷൻ വാങ്ങിക്കാനൊന്നും പോകണ്ട. റെക്കമെൻഡേഷൻ അത് എപ്പോഴും ചെയ്യേണ്ടത് നമ്മൾ ഈ ഏത് യൂണിവേഴ്സിറ്റികളാണ്, നല്ല യൂണിവേഴ്സിറ്റി, നല്ല ഡിപ്പാർട്ട്മെൻറ്റ്, അത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ പ്രൊഫസറുടെയും കീഴിൽ എന്ത് വർക്കാണ് നടക്കണമെന്നുള്ളത് കിട്ടും. അവർക്കെല്ലാം കുത്തിയിരുന്ന് ഇമെയിൽ അയക്കണം. അപ്പോൾ ഒരു ഫോർമാറ്റ് മതി, പ്രൊഫസറുടെ പേരും മറ്റേതൊക്കെ ഒന്ന് മാറ്റണം, അത് തന്നെ അയക്കുക. അവരെന്തായാലും റിപ്ലൈ ചെയ്യും. ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നോ ഇല്ലെന്നോ കൃത്യമായിട്ട് പറയും, അല്ലാതെ അനങ്ങാതിരിക്കില്ല. അതാണ് അതിൻ്റെ റിപ്ലൈ ചെയ്തിരിക്കും. കിട്ടണമെന്നില്ല. അവർക്ക് ഫണ്ടിങ് വേണം. ചിലപ്പം ചില കൊച്ചു പ്രൊഫസർമാരൊക്കെ അങ്ങോട്ട് കയറിയതേ ഉള്ളൂ, ടെന്യൂറായിട്ട് ലാബൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്ത്, അവർക്കൊരു പേരെടുക്കണമെന്നുണ്ട്. അപ്പം നമ്മുടെ ക്രെഡൻഷ്യൽസൊക്കെ വായിക്കുമ്പോൾ പറയും തരക്കേടില്ല. പിന്നെ ഇന്ത്യക്കാർ പൊതുവേ നന്നായിട്ട് വർക്ക് ചെയ്യുമെന്ന്. ആ കാലത്തായിരുന്നു, ഇപ്പോഴത്തെ എനിക്കറിയില്ല. ഈ പറഞ്ഞ പുല്ലുവെട്ടാൻ നടക്കുന്നവൻ്റെ പരിപാടിയല്ല. അപ്പോൾ അവർ വിളിക്കും. അവർ വിളിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ അറേഞ്ച് ചെയ്യും. ഇപ്പോൾ ഞാനിവിടുത്തെ എല്ലാ സ്കോളർഷിപ്പിനും അപ്ലൈ ചെയ്തില്ല. എനിക്ക് 3 കണ്ടുണ്ടായിരുന്നു. ഒന്ന് എൻ്റെ ഇവിടുത്തെ മാർക്കിനെ ബേസ് ചെയ്ത് വിസ സ്റ്റുഡൻറ്റ് സ്കോളർഷിപ്പ് $4000 കിട്ടി. പിന്നെ ടീച്ചിങ് അസിസ്റ്റൻഷിപ്പ് 4000. പിന്നെ സമ്മറിൽ നീ ഒന്നും ചെയ്യേണ്ട, യു ഫോക്കസ് ഓൺലി ഓൺ യുവർ റിസർച്ച്, സോ റിസർച്ച് അസിസ്റ്റൻറ്റ് 4000. $12000 എനിക്ക് അന്ന് കിട്ടുമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എൻ്റെ ഫീസും. വളരെ കൗതുകമായിട്ടുള്ളൊരു കാര്യം, ഇന്ന് വെബ്സൈറ്റുകളൊക്കെ ഇൻഫർമേഷൻ കിട്ടും. അന്ന് വെബ്സൈറ്റ് ഒന്നുമില്ല. ഈ അന്നൊക്കെ സ്കോളർഷിപ്പ് എങ്ങനെ കണ്ടെത്തി? അല്ല, അത് അവരാ ചെയ്തതെന്ന്, ഞാനല്ല. ഒരു പ്രൊഫസർ നമ്മളെ അവിടുത്തെ പ്രൊഫസർമാർക്ക് ഭയങ്കര പവറാണ്. ഭയങ്കര പവറെന്ന് വെച്ചാൽ അവർ വിചാരിച്ചാൽ നിന്നെ എടുക്കും. അല്ല, അത് ഇതിൽ കൂടെ ഇങ്ങനെ കയറി വടന്ന് രാഷ്ട്രീയക്കാരനിരുന്നൊന്നും വെയിറ്റ് ഇട്ട് നോക്കിയല്ല എടുക്കണത്. അവർ വിചാരിക്കും എനിക്ക് ഗ്രാൻഡ് ഉണ്ട്, അവനെ ഞാൻ എടുത്തിരിക്കുന്നത്. അതാണ് എനിക്കിഷ്ടമുള്ളൊരു ഭാഗം. കാരണം അവനവൻ ഇൻഡിപെൻഡൻ്റാണ്. അവനറിയാം എന്നെക്കൊണ്ട് എന്ത് ചെയ്യാം. ഇതിപ്പം നമ്മൾ തമാശ പറയുകയാണെങ്കിൽ UC കോളേജിൽ ഞങ്ങൾ പറയാറുണ്ട്, ഇവിടെ ക്യാൻറ്റീനിലെ ഡെസ്കിന് പെയിൻ്റ് അടിക്കണമെങ്കിലും അത് എന്താ പ്രിൻസിപ്പലിനോട് ചോദിക്കുക. പ്രിൻസിപ്പലിന് ഇപ്പോൾ ഇതല്ലേ ജോലി. ഇവിടെ അഡ്മിഷൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നില്ല. സാറേ അതിന് പെയിൻ്റ് എന്താ അടിക്കണം. ആരും റെസ്പോൺസിബിലിറ്റി എടുക്കില്ല, എല്ലാം ഇവിടേക്ക് വരും. മറ്റേത് ഓരോരുത്തരറിയാം എനിക്ക് എന്ത് പവറുണ്ട്, എനിക്ക് എന്തൊക്കെ ചെയ്യാം. അതൊക്കെ നമ്മൾ പഠിക്കുന്നത് അവിടെ നിന്ന്. അത് പഠിക്കാനായിട്ടല്ല പോയത്, പക്ഷേ അവരുടെ രീതി അങ്ങനെ. ഒരു ഓഫീസാണ്, ഓക്കെ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, ഓക്കെ ഫൈൻ, ഒപ്പിട്ടു, കഴിഞ്ഞു, പണി കഴിഞ്ഞു, ഒരുത്തനും ചോദിക്കാനില്ല. ഇപ്പോഴും ഈ അന്ന് തന്നെ സ്കോളർഷിപ്പുകൾ ഇത്രയൊക്കെ ഓപ്പർച്യൂണിറ്റി അത് ഒരുപക്ഷെ കൂടിയിട്ടുണ്ടാവുള്ളൂ. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഏജൻസി ത്രൂ കുട്ടികൾ അങ്ങനത്തെ ഉണ്ട്. ഇപ്പൊ ഫുൾ ബ്രൈറ്റ് ഒക്കെ നല്ല ഓപ്പൺ കോമ്പറ്റീഷനാണ്. അത് നമ്മൾ ഒക്കെ ചെയ്യുന്നത്. എൻ്റെ അതൊന്നുമല്ല. എനിക്ക് കഴിഞ്ഞുകൂടാ എന്നാലും ആവശ്യത്തിനുള്ളത് കൂടുതൽ എനിക്ക് കിട്ടി. അതൊക്കെ അവർ ഒരു 3 അങ്ങോട്ട് തന്നു, സെപ്പറേറ്റ്. ആ 3 വേണ്ട, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, മാർക്ക് താഴരുത്. അത് വേണ്ട, താഴുന്നില്ല, നമ്മൾ അതിനായിട്ടാണല്ലോ പോയത്. അപ്പം അതാണ് അതിനകത്തേ ഉള്ളത്. ഇപ്പോൾ ഒരു വലിയ ട്രെൻഡ്, ഒരു പ്രവണതയിലെ മാറ്റം, താങ്കൾ അന്ന് പോയ ഒരു സിറ്റുവേഷനേ അല്ല. കുട്ടികൾ പോകുന്നു, അവർ +2 കഴിഞ്ഞു, 10ാം ക്ലാസ് കഴിഞ്ഞു ഒക്കെ കുട്ടികൾ പോകുന്നു. അവർക്ക് ഗവേഷണമോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ ഉന്നത വിദ്യാഭ്യാസത്തെക്കാൾ കൂടുതൽ തൊഴിൽ, പെട്ടെന്നൊരു തൊഴിൽ നേടിയെടുക്കുക, ആ ഒരു അപ്രോച്ച് നമുക്ക് ഗുണകരമാകുമോ? ആവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവന് അംബീഷനില്ല, അവന് കാശുണ്ടാക്കണമെന്ന്. എന്നാൽ പിന്നെ അവന് വേറെ വല്ല പണിക്കും പോയിക്കോടെ. അവിടെ കാനഡയിലൊന്ന് പോയി അടിച്ച് മിന്നിച്ചൊക്കെ ഇങ്ങനെ ജീവിക്കാം. പിന്നെ എന്നും അവിടുത്തെ ഒരു ലെവൽ. നമ്മുടെ ഇന്ത്യക്കാർ ആദ്യം വന്ന കൂട്ടരെക്കുറിച്ചൊക്കെ ഭയങ്കര അപ്രീസിയേഷനും അല്പം അസൂയയാണ്. കാരണം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സമ്പാദിക്കും. കാരണം നമുക്ക് നമ്മുടെ മക്കളുടെ കാര്യമൊക്കെ ഉണ്ട്, അവർക്ക് പിന്നെ അത് നോക്കണ്ട, അതൊക്കെ അവനവൻ നോക്കിക്കോളും. പിന്നെ നല്ല വണ്ടികൾ, നല്ല വീടുകൾ, ഇതെല്ലാം നമ്മൾ പ്രത്യേകിച്ച് മലയാളിയുടെ അവരിങ്ങനെ അവർ തമ്മിൽ കോമ്പറ്റീഷനും ഒക്കെ ഉള്ളതുകൊണ്ട് അടിച്ച് നന്നായിട്ട് നടക്കും. ഇതിങ്ങനെ ചുമ്മാ ഈ ഇൻറ്റു 62.5 എന്നുള്ള കണക്കുമൊക്കെ കൂട്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂല്യവ്യത്യാസം കാണിച്ചുകൊണ്ടിരിക്കുക. നാട്ടിലാണെങ്കിൽ എനിക്ക് എന്നെ കിട്ടും, ഇത് കണ്ടോ 1 മണിക്കൂർ ഞാൻ വർക്ക് ചെയ്തപ്പോൾ കിട്ടിയത് കണ്ടോ, അവിടെ 1 മാസം ചെയ്യുന്നത് കിട്ടിയെന്ന് പറയും. ആ ആറ്റിറ്റ്യൂഡും കൊണ്ട് പോയാൽ അവൻ എന്നും ആ ഒരു ലെവലിലേ നിൽക്കുകയുള്ളൂ, അതിൻ്റെ മുകളിലോട്ടില്ല. അവന് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകുമെന്ന് എനിക്ക് ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും പഠിക്കാനാണെങ്കിൽ അവിടെ തന്നെ പോകണം, അല്ലാതെ വട്ടം ചുറ്റി നടക്കാനാണെന്ന് വെച്ച് കഴിഞ്ഞാലും പോകാം. പക്ഷേ അപ്പനും അമ്മയായിരിക്കും ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ പോണത്. ഇവൻ കുറച്ച് കഴിയുമ്പം എഴുത്തും നിർത്തും, വരവും നിർത്തും, എല്ലാം നിർത്തും. അപ്പനും അമ്മയും അവിടെ കിടന്ന് കഷ്ടപ്പെടും, ബാങ്കുകാരൻ കഴുത്തിന് പിടിക്കും. അപ്പോൾ
സാറിൻ്റെ ഒരു ദീർഘമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഹയർ സ്റ്റഡീസ് വിദേശത്ത് ചെയ്യണം. ഞാൻ എൻ്റെ മക്കളെ രണ്ടിനെ അതുകൊണ്ടാണ് കൊണ്ടുപോയി. ഇവിടെ എൻ്റെ വൈഫിന് അത് വലിയ താല്പര്യമില്ലായിരുന്നു. മക്കളൊക്കെ ചുറ്റുവട്ടത്ത് കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഓപ്പർച്യൂണിറ്റി കിട്ടില്ല, ഇവിടെ എന്തൊക്കെ തല കുത്തി നിന്നാലും കിട്ടില്ല. അതുകൊണ്ട് പോട്ടെ, അവർക്ക് വരണമെന്ന് തോന്നിയാൽ വരിക, വരുന്നില്ല വരണ്ട. ഏതായാലും ഒരു 20 കൊല്ലത്തിൽ കൂടുതൽ നമ്മൾ രണ്ടുപേരും കാണില്ല. അത് കഴിഞ്ഞിട്ട് ഇവരിവിടെ അപ്പനെയും അമ്മയും നോക്കാനാണ് ഇവിടെ ഇരിക്കണമെന്നും പറഞ്ഞ് ഇരുന്നിട്ട് നമ്മളങ്ങ് പോവുകയും ചെയ്യും. ഇത് കേട്ടൊരു അയ്യോ ഇനിയിപ്പോൾ അങ്ങോട്ടും പോകാനും വയ്യ, ഇവിടെയും വയ്യ, അതും ഇല്ല ഇതും ഇല്ലെന്നും വേണ്ടിയിരിക്കും. അതൊന്നും വേണ്ട. ബാബു പോൾ സാറ് പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, അദ്ദേഹം മകനോട് പറഞ്ഞു, എടാ നീ ഞങ്ങളെ ശ്രദ്ധിക്കണ്ട, നീ നിൻ്റെ വണ്ടി ഓടിച്ച് പോയിക്കോളുക, പക്ഷേ ഇടയ്ക്ക് റിയർ വ്യൂവിൽ മിററിലൊന്ന് നോക്കിയേക്കണം ഞങ്ങൾ പുറകിലുണ്ടോ എന്ന്, അത്രയും മാത്രം ചെയ്താൽ മതി. അല്ലാതെ നീ ഇവിടെ വന്ന് സകലതും സാക്രിഫൈസ് ചെയ്ത് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഇരിക്കണമെന്നില്ല, ഞങ്ങൾ ഓടിക്കോളാം, നീ ഒന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്താൽ മതി, എൻ്റെ റിയർ വ്യൂവിൽ ഒന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ മതി. അതിൻ്റെ ആവശ്യമുള്ളൂ. താങ്ക് യു സാർ. സമയം വളരെ പ്രയോജനപ്രദവും വരുന്ന തലമുറയ്ക്ക് ഒരു വലിയ ഐ ഓപ്പണറുമായിരുന്നു. നന്ദി. താങ്ക് യു സാർ.